ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ആൻഡ്രോയിഡ് ഡിവൈസിൻ്റെ ഇമ്പോർട്ടൻ്റ് IC ആയ CPU ക്ലീനിങ് ആണ്. CPU ക്ലീൻ ചെയ്യുന്നത് വേണ്ടി പ്രോപ്പറായിട്ട് IC വെക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റാൻഡ് തന്നെ ഉപയോഗിക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് 138 PPDയും അതുപോലെ തന്നെ ഫ്ലെക്സും ഉപയോഗിച്ചുകൊണ്ട് അയൺ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഭാഗങ്ങളിലേക്കും ആ ഒരു 138 ലോ മെൽറ്റ് PPD പിടിപ്പിക്കുക. നമ്മുടെ അയൺ അറിയുന്നത് T210 എന്ന മോഡലാണ്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബിലോ 300 ആയിരിക്കണം ഹീറ്റ്. അതിൽ കൂടുതലായി നമ്മൾ ICയെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ശേഷം നമ്മൾ ഒരു വിക്ക് ഉപയോഗിച്ച് എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ICയിലെ ഗ്ലൂവും അതുപോലെ തന്നെ ലെഡും ഒന്ന് മെൽറ്റായി കിട്ടാൻ ഈ ഒരു വിക്ക് ഉപയോഗിക്കുന്നത് സഹായിക്കും. ശേഷം നമ്മൾ വീണ്ടും ഫ്ലെക്സ് ഇട്ടതിന് ശേഷം നമ്മുടെ അയണിൻ്റെ ഈ ഒരു ബിറ്റ് അഥവാ കുറച്ച് സൈസുള്ള ചെരിഞ്ഞ ബിറ്റാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബിറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് സാവധാനം പ്രസ് ചെയ്യാതെ ചെറിയ രീതിയിൽ നമുക്ക് ഗ്ലൂ റിമൂവ് ചെയ്തെടുക്കാൻ കഴിയും, ഓരോ സൈഡിലേക്ക് നീക്കിക്കൊണ്ട്. ഒരേ സമയം നമ്മൾ കൂടുതൽ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ IC ഡാമേജ് ആവും. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ഗ്ലൂ നീക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓവറായിട്ട് പ്രസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ ബോൾസ് തമ്മിൽ ഷോർട്ടാവുകയും ആ ഒരു ഇൻസുലേഷൻ അതിൻ്റെ അടിയിലുള്ളത് നഷ്ടപ്പെടുകയും പിന്നെ നമ്മുടെ IC ഡാമേജ് ആവുകയും ചെയ്യും. സാവധാനം ചെറിയ രീതിയിൽ നമ്മൾ എല്ലാ ഭാഗങ്ങളെയും ഗ്ലൂ ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഓരോ ഘട്ടമായിട്ടാണ്. ഫസ്റ്റ് നമ്മൾ ഇതുപോലെ കുറച്ചെടുക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മൾ ഈ ഒരു ICയുടെ മുകളിൽ നമ്മൾ ഫ്ലെക്സും അതുപോലെ തന്നെ വിക്കും ഇട്ടതിന് ശേഷം ഒന്നുകൂടി റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നതോടുകൂടി നമ്മുടെ IC നമുക്ക് ഘട്ടമായിട്ട് അതിലുള്ള ഗ്ലൂ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ IC മുകളിൽ വരുന്ന ആ ഒരു ലെഡും നമുക്കിതുപോലെ സിമ്പിളായിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു പ്രോസസ്സിങ് ഇതുപോലെ 2 പ്രാവശ്യം 3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ IC ക്ലീനായിട്ട് നമുക്ക് ഒരു ഡാമേജും വരാതെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും. ശേഷം നമ്മൾ കുറച്ച് ടിന്നറോ മറ്റ് IC ക്ലീനിങ് ലിക്വിഡോ ഉപയോഗിച്ചുകൊണ്ട് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. ശേഷം വീണ്ടും നമുക്കിതുപോലെ ഫ്ലെക്സും അതുപോലെ തന്നെ വിക്കും ഉപയോഗിച്ചുകൊണ്ട് ഒന്നുകൂടി നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ICക്ക് മുകളിൽ ആ ലെഡൊക്കെ നമുക്ക് ഈ ഒരു വിക്ക് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുക. ഇതോടുകൂടി നമ്മുടെ ICയുടെ ഒരു 90% വർക്കും നമുക്ക് കംപ്ലീറ്റ് ആയി CPUയുടെ ക്ലീനിങ് പ്രോസസ്സിങ്. ശേഷം നമുക്ക് ഒരു കമ്പി ബ്രഷ് എടുത്തതിന് ശേഷം ടിന്നർ ഇട്ടതിന് ശേഷം ഒന്നുകൂടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോൾസൊക്കെ നല്ല ഷൈനായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ തെളിഞ്ഞു കാണുന്ന രീതിയിലേക്ക് വരും. ശേഷം ഒരു പ്രാവശ്യം കൂടി നമ്മുടെ ടിന്നർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക.